ബിഗ് ബോസ് മലയാളം സീസൺ 6 ഈ രംഗം ഇപ്പോൾ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഗബ്രി ഔട്ട് ആകുന്ന എവിക്ഷൻ പ്രോസസ്സ് നടക്കുന്ന ഈ സമയമായിരുന്നു. എന്തായാലും ബിഗ് ബോസ് ഷോ തുടങ്ങിയ അന്ന് തൊട്ട് 55 ദിവസം വരെ ഗബ്രി ഔട്ട് ആകുന്നത് വരേക്കും ജാസ്മിനും ഗബ്രിയും നല്ല ഫ്രണ്ടായിട്ട് ഹൗസിൽ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ 55-ാം ദിവസം ഗബ്രി എവിക്റ്റായി. ഗബ്രിയുടെ എവിക്ഷൻ വളരെ പക്വതയോടെയാണ് ഗബ്രി കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ അന്ന് ജാസ്മിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം. നിരവധി പേരാണ് ഗബ്രിയുടെ എവിക്ഷൻ അന്ന് ആഘോഷമാക്കി കണ്ടിരുന്നത്. എന്നാൽ ആ എവിക്ഷന്റെ താഴെ വന്ന കമന്റിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു കമന്റ് വന്നിട്ടുണ്ട്. കമന്റ് ഇങ്ങനെയാണ്: ഈ സീസണിൽ മറ്റുള്ള കണ്ടസ്റ്റൻസ് എന്തിനാണ് കളിക്കുന്നത് എന്ന് പോലും മനസ്സിലാവുന്നില്ല. ഷോയുടെ ഒരു ദിവസം മുതൽ 97 വരെ കേൾക്കുന്ന ഒറ്റ പേര് ജാസ്മിൻ ഗബ്രി. പുറത്തും അകത്തും ഷോയുടെ മുഖം തന്നെ ഇപ്പോ ജാസ്മിൻ ആൻഡ് ഗബ്രിയാണ്. കണ്ടന്റ് വൈസ്, ക്യാമറ സ്പേസ് വൈസ്, ഗെയിം വൈസ് ഡേ 55-ൽ ഗബ്രി ഔട്ട് ആയത് തൊട്ട് ഡേ 29-ൽ ഗബ്രി പൊങ്ങുന്നത് വരെ ഗബ്രിയുടെ പേര് ജാസ്മിൻ ഷോയിൽ നിലനിർത്തി. ബെസ്റ്റ് കോംബോ ടു ബി ഫ്രാങ്ക്. ഗബ്രിക്ക് വേണേൽ സുഖമായി പുറത്തു വന്ന് അവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ കാര്യം എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് തടി തപ്പാമായിരുന്നു. എല്ലാ കുറ്റങ്ങളും അവളുടെ തലയിലിട്ട് നൈസായി വലിയാം. പക്ഷെ അവൻ അത് ചെയ്തില്ല. ജാസ്മിൻ ഗബ്രിയുടെ പേര് ബിഗ് ബോസ് ഹൗസിൽ നിലനിർത്തി. ഗബ്രി ജാസ്മിന്റെ പേര് ബിഗ് ബോസ് ഹൗസിന്റെ പുറത്ത് നിലനിർത്തി. ബോത്ത് ഹാവ് ട്രസ്റ്റ് ഓൺ ഈച്ച് അതർ വാട്ട് എവർ ഇറ്റ് ഈസ്. ഇവരുടെ നെഗറ്റീവ് മാറണം എങ്കിൽ വീട്ടുകാർ മുൻകൈ എടുത്ത് കല്യാണം നടത്തി കൊടുക്കണം. ഇങ്ങനെയാണ് ആ ശ്രദ്ധിക്കപ്പെടുന്ന കമന്റ് വന്നിട്ടുള്ളത്.